സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ കന്നുകാലിയോട് ക്രൂരത. കാലുകൾ കെട്ടിയിട്ട് ഉപേക്ഷിച്ച നിലയിൽ പിൻകാലുകൾ കെട്ടിയത് കേബിൾ ഉപയോഗിച്ച്. പ്രദേശത്ത് തീറ്റ തേടിയെത്താറുള്ള പശുവെന്ന് സമീപവാസികൾ. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായക കണ്ടെത്തൽ. ദൃശ്യം 4 നടപ്പാക്കിയെന്ന് പ്രതി ജോമോന്റെ പ്രതികരണം. സുഹൃത്തുക്കളുമായുള്ള ഫോൺ സംഭാഷണ രേഖകൾ പോലീസിന് ലഭിച്ചു. ജോമോൻ വിളിച്ചവരുടെയും മൊഴിയെടുക്കും. കാസർഗോഡ് 4-ാം മൈലിൽ 4 പേർക്ക് വെട്ടേറ്റു. ആക്രമണം പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന്. പെപ്പർ സ്പ്രേയും മാരകായുധങ്ങളുമായി ആക്രമണം. 10 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. എറണാകുളം BPCL-ൽ തൊഴിലാളി സമരം തുടരുന്നു. സമരവുമായി അമ്പലമുകൾ പ്ലാന്റിലെ ലോറി ഡ്രൈവർമാർ. പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം. സിലിണ്ടർ ലോഡിംഗ് മുടങ്ങി. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച ബോട്ട് ജെട്ടികൾ തകർച്ചയിൽ. അപകടാവസ്ഥയിലായത് അഞ്ചാലുമൂട്, കുരീപ്പുഴ, വഞ്ചിപ്പുഴ ബോട്ട് ജെട്ടികൾ. കോൺക്രീറ്റ് തൂണുകളും കൈവരികളും തകർന്നു. വാർത്തകൾ വിശദമായി. കൊച്ചിയിൽ കന്നുകാലിയോട് ക്രൂരത. കുസാറ്റ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് സമീപം കന്നുകാലിയെ കാലുകൾ കെട്ടിയിട്ട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കേബിൾ ഉപയോഗിച്ചാണ് പിൻകാലുകൾ കൂട്ടിക്കെട്ടിയത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി പോൾ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ അതിന്റെ കന്നുകാലിയുടെ കാലിലെ കേബിളിലെ കെട്ട് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. പരിസരവാസികൾ തന്നെ ഇടപെട്ടു. ആ കേബിളിലെ അതിന്റെ കെട്ടഴിച്ചു മാറ്റി ഇപ്പോൾ അതിനെ ഇവിടെ വഴിയോരത്ത് തന്നെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിൽ കഴുത്തിൽ കുരുക്കുട്ട കെട്ടിയിട്ടുണ്ട്. അത് ഓടിപ്പോകാത്ത രീതിയിൽ. അതോടൊപ്പം തന്നെ അതിന് വെള്ളവും ഭക്ഷണവും നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ മുതലായിരുന്നു ഇതിനെ ഈ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ കുസാറ്റ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് സമീപം ഈ രീതിയിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പിൻകാലുകൾ കെട്ടിയിട്ട രീതിയിൽ അവിടെ കണ്ടത്. ഈ പിൻകാലുകൾ കെട്ടിയിരിക്കുന്നത് കേബിൾ കൊണ്ടാണ്. അതായത് സാധാരണ ഉള്ള കേബിൾ വഴിയിൽ നിന്നെടുത്തത് കുരുക്കി അവിടെ കെട്ടിയിട്ടിരിക്കും. തീർത്തും അനങ്ങാൻ കഴിയാത്ത രീതിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നാട്ടുകാർ പറയുന്നത് ആ ഭാഗത്ത് നിരവധിയായി പശുക്കൾ തീറ്റ തേടി നടക്കുന്നൊരു സ്ഥലമാണ്. കാരണം നിരവധിയായ ഈ പുല്ല് കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഈ ക്യാമ്പസും പരിസരത്തും എല്ലാം തന്നെ ഈ പശുവിനെ പതിവായിട്ട് കാണുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ ആരാണ് ഈ സാമൂഹ്യ വിരുദ്ധത ചെയ്തതാണ് എന്നാണ് അവർ കണക്കാക്കുന്നത്. ആരാണെന്ന് വ്യക്തമല്ല. ഏതായാലും മണിക്കൂറുകളോളം ഇങ്ങനെ കിടന്നു എന്നാണ്. അധികം ആൾപ്പാർപ്പില്ലാത്ത ഈ കുസാറ്റിന്റെ ഭാഗത്ത് ചില ക്വാർട്ടേഴ്സുകളിലൊന്നും ആളില്ലാത്ത ഭാഗങ്ങളുണ്ട്. അവിടെയാണ് കണ്ടത്. പെട്ടെന്ന് കാണുന്ന രീതിയിലായിരുന്നു. പിന്നീട് വിവരം അറിഞ്ഞ പലരും എത്തി ഇത് ആരാണ് കുരുക്കിയിട്ടത് എന്നത് അറിയുന്നതിന്. ഇപ്പോൾ പിന്നീട് വെറ്റിനറി ഡോക്ടർമാരും ഈ സ്ഥലത്തേക്ക് എത്തുകയും അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ കാലിലെ കെട്ടഴിച്ചു മാറ്റി. ഈ പശു കുത്തുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ പശുവിനെല്ലാം തന്നെ കഴുത്തില് കെട്ടി അതവിടെ തൊഴുത്തിലെല്ലാം തന്നെ കെട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മാറ്റി അവിടെ വഴിയോരത്ത് കെട്ടിയിരിക്കുന്നത്. ഇതിനിപ്പോൾ വെള്ളവും അതോടൊപ്പം തന്നെ ഭക്ഷണവും നൽകിയിട്ടുണ്ട്. സാധാരണ അവിടെ അലഞ്ഞു തിരിയുന്ന നിരവധിയായി കന്നുകാലികളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണെന്നാണ് കരുതുന്നത്. ഏതായാലും ഇത് ആരാണ് ചെയ്തതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പോലീസിലടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലാണ് പരിസരവാസികളുള്ളത്. കാരണം ഈ മിണ്ടാപ്രാണിയോടക്കം ഈ രീതിയിൽ ഒരു ക്രൂരത ചെയ്തത് അതാരായാലും അത് നീതീകരിക്കാൻ കഴിയില്ല. എന്ത് കാരണം കൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ഈ മേഖലയിലടക്കം വലിയ രീതിയിൽ മയക്കുമരുന്നും അടക്കം ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഈ മേഖലയിൽ ഉള്ളവരുണ്ട്. അവരാരെങ്കിലും ഈ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതാണോ എന്നതും വ്യക്തമല്ല. എന്തായാലും പരിസരത്തുള്ളവർ പോലീസിനടക്കം പരാതി നൽകുന്നുണ്ട്. ഈ രീതിയിലുള്ളൊരു ക്രൂരത അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആ നിലപാടും. ഏതായാലും നിലവിൽ അതിനെ മാറ്റിക്കെട്ടിയിട്ടുണ്ട്. ഭക്ഷണവും വെള്ളവും നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ കുസാറ്റ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് സമീപമാണ് കന്നുകാലിയെ കാലുകൾ കെട്ടിയിട്ട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡാനിപോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കാസർഗോഡ് 4-ാം മൈലിൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആക്രമണം. 4 പേർക്ക് വെട്ടേറ്റു. പെപ്പർ സ്പ്രേയും മാരകായുധങ്ങളുമായാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 10 പേർക്കെതിരെ വിദ്യാനഗർ പോലീസ് കേസെടുത്തു. വീടിന് സമീപം പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം.
4-ാം മൈലിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. പ്രതികൾ അനാവശ്യമായി പടക്കം പൊട്ടിച്ചത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തിരുന്നു. ഇതോടെ ഇവർ സംഭവ സ്ഥലത്തു നിന്നും മടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം വാഹനങ്ങളിൽ സംഘടിച്ചെത്തി പെപ്പർ സ്പ്രേ അടിച്ച് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റ ചെങ്കള സ്വദേശി ഇബ്രാഹിം സൈനുദ്ദീൻ, ഫവാസ്, അബ്ദുൾ റസാഖ്, മുൻഷിദ് എന്നിവർ ചികിത്സയിലാണ്. ഗുരുതര പരിക്കേറ്റ ഫവാസിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികൾ ലഹരിക്കടിമകളെന്നും പരിക്കേറ്റവർ ആരോപിച്ചു. ഇവർ വാളും കത്തിയും ഒക്കെ ആയിട്ട് വന്ന് ആക്രമിച്ചതാണ്. ഇതിന് പിന്നിലുള്ള ഇതെന്തെന്ന് നമുക്കറിയില്ല. ഒരു പടക്കം പൊട്ടിച്ചുള്ള പ്രശ്നത്തിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. പിന്നെ ഇവർ ലഹരി അടിക്കുന്നുണ്ടോ എന്നുള്ള ചെറിയ സംശയങ്ങളുണ്ട്. പിന്നെ അതിലൊരാൾ ലഹരി കച്ചവടക്കാരനാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. സംഭവത്തിൽ മൊയ്തീൻ, മിഥിലാജ്, അസുറുദ്ദീൻ എന്നിവരെ വിദ്യാനഗർ പോലീസ് പിടികൂടി. 10 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. തൊടുപുഴയിലെ വ്യവസായി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായക കണ്ടെത്തൽ. കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും ഫോണിൽ വിളിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. ദൃശ്യം സിനിമയിലെ പോലെ കൊലപാതകം നടത്തിയെന്നായിരുന്നു ജോമോന്റെ വെളിപ്പെടുത്തൽ. 2 ആഴ്ച മുൻപാണ് തൊടുപുഴയിലെ വ്യവസായിയായ ബിജു ജോസഫിനെ ബിസിനസ് പങ്കാളി കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയത്. കേസിൽ 1-ാം പ്രതി ജോമോന്റെ നിർണായക ഫോൺ സംഭാഷണമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇയാളുടെ ഫോണിൽ നിന്നാണ് കോൾ റെക്കോർഡ് ലഭിച്ചത്. കൃത്യത്തിന് ശേഷം ദൃശ്യം 4 നടപ്പാക്കി എന്നറിയിച്ചാണ് ജോമോൻ സുഹൃത്തുക്കളെ വിളിച്ചത്. ഈ ശബ്ദരേഖയാണ് അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ളത്. ജോമോൻ വിളിച്ചവരുടെയും മൊഴിയെടുക്കും. ജോമോൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ നാളെ തൊടുപുഴ മുട്ടം കോടതി പരിഗണിക്കും. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്ന ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടനുണ്ടാകുമെന്നാണ് സൂചന. ബിസിനസ് പങ്കാളിയായ ബിജുവും ജോമോനും പാർട്ട്ണർഷിപ്പ് വേർപിരിഞ്ഞ ശേഷം നടന്ന തർക്കമാണ് കൊലപാതകത്തിന് കാരണം. കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മാലിന്യക്കുഴിയിൽ മൃതദേഹം തള്ളുകയായിരുന്നു. ന്യൂസ് 18 തൊടുപുഴ. ഗാന്ധി ഘാതകൻ ഗോഡ്സെയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് കമന്റിട്ട് വിവാദത്തിലായ കോഴിക്കോട് NIT അധ്യാപിക ഡോക്ടർ ഷൈജ ആണ്ടവൻ ഡീനായി ചുമതലയേറ്റു. കോളേജ് കവാടത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനാൽ പ്രധാന കവാടം ഒഴിവാക്കിയാണ് ഷൈജ ആണ്ടവൻ ക്യാമ്പസിലെത്തിയത്. ഷൈജയ്ക്കെതിരെ പ്രതിഷേധിച്ച് വിവിധ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഷൈജ ആണ്ടവനെ ക്യാമ്പസിലെത്തിയാൽ തടയാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിരാവിലെ തന്നെ കോളേജ് കവാടത്തിൽ സംഘടിച്ചിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷം ക്യാമ്പസിന്റെ പിൻവശത്തുള്ള കവാടത്തിലൂടെയാണ് ഷൈജ ആണ്ടവൻ കോളേജിലെത്തി ചുമതല ഏറ്റെടുത്തത്. NIT കവാടം ഉപരോധിക്കാനെത്തിയ SFI പ്രവർത്തകരെ പ്രതിഷേധിക്കാനുള്ള സമയം പോലും നൽകാതെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫ്രട്ടേണിറ്റി പ്രവർത്തകരും ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റിലൂടെയാണ് ഷൈജ ആണ്ടവൻ ഗാന്ധിഘാതകനായ ഗോഡ്സെയെ പ്രകീർത്തിച്ചത്. പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് ഷൈജയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കേസിൽ ജാമ്യത്തിൽ തുടരുന്നതിനിടെയാണ് ഡീനായുള്ള സ്ഥാനക്കയറ്റം. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. 7-ാം പ്രതി സാമുവലാണ് ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത്. കൊലപാതകം നടന്ന സമയം കൊട്ടേഷൻ സംഘം സഞ്ചരിച്ച വാഹനം ഓടിച്ചിരുന്നത് ഇയാളാണ്. നേരത്തെ MDMA കടത്തിയ കേസിലും പ്രതിയാണ് സാമുവൽ. പ്രതികളിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചത്. തുടർന്ന് ഇന്നലെയാണ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. മാർച്ച് 27-ന് പുലർച്ചെയാണ് കരുനാഗപ്പള്ളിയിലെ വീട്ടിലെത്തി വധശ്രമ കേസ് പ്രതി ജിം സന്തോഷിനെ ഗുണ്ടാ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കോതമംഗലത്തിന് സമീപം ഊഞ്ഞാപ്പാറയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. മണികണ്ഠൻചാൽ സ്വദേശി സന്തോഷാണ് മരിച്ചത്. സന്തോഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. എറണാകുളം BPCL-ൽ തൊഴിലാളി സമരം തുടരുന്നു. ഭാരത് ഗ്യാസ് അമ്പലമുകൾ പ്ലാന്റിലെ ലോറി ഡ്രൈവർമാരാണ് സമരം ചെയ്യുന്നത്. ലോറികൾക്ക് പാർക്കിംഗ് കിട്ടാത്തതാണ് കാരണം. ലോഡിംഗ് തൊഴിലാളികളുടെ സമരം മൂലം ശനിയാഴ്ച 120 ലോഡ് സിലിണ്ടർ ലോഡിംഗ് നടന്നിരുന്നില്ല.
യുവ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ച് അന്വേഷണ സംഘം. പ്രതി സുഗാൻ സുരേഷ് എവിടെയെന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പ്രതിയുടെയും വീട്ടുകാരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മുൻകൂർ ജാമ്യം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രതിയുടെ അറസ്റ്റിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയതിന്റെയും പ്രതി സാമ്പത്തിക ചൂഷണം നടത്തിയതിന്റെയും തെളിവുകൾ പുറത്തുവന്നിരുന്നു. വിവാഹിതരായ വ്യാജരേഖ ചമച്ചാണ് ഗർഭചിത്രം നടത്തിയത്. മൂന്നാറിൽ ക്ഷേത്രത്തിൽ മോഷണശ്രമം നടത്തിയയാൾ പിടിയിൽ. മേട്ടുപ്പാളയം ഓട്ടൻതുറൈ സ്വദേശി ഗോപാൽ എന്ന് വിളിക്കുന്ന P. സെൽവകുമാറാണ് പിടിയിലായത്. മോഷണശ്രമം തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റിയെ ഇയാൾ ആക്രമിച്ചിരുന്നു. പ്രതി 50-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ്. മാർച്ച് 14 രാത്രിയായിരുന്നു സംഭവം. P. ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലക്സ് ബോർഡുകൾ. തൂണിലും തുരുമ്പിലും ദൈവം എന്ന പോലെ മണ്ണിലും ജനമനസ്സിലും എന്നെന്നും നിറഞ്ഞു നിൽക്കും ഈ സഖാവെന്നാണ് ഫ്ലക്സിലെ വാചകം. CPM ശക്തി കേന്ദ്രങ്ങളായ കാക്കോത്ത്, RV മെട്ട ഭാഗങ്ങളിലാണ് ഫ്ലക്സ്. സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്ന P. ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിലേക്കും പരിഗണിച്ചിരുന്നില്ല. ഇതിനിടെയാണ് വീണ്ടും ജയരാജനായി ഫ്ലക്സ് ഉയർന്നത്. എറണാകുളത്ത് KSRTC ബസിൽ കഞ്ചാവ് കടത്താൻ ശ്രമം. 7 കിലോ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികൾ കാലടിയിൽ പിടിയിലായി. സ്വർണലത, ഗീതാഞ്ജലി ബെഹ്റ എന്നിവരാണ് പിടിയിലായത്. 4 വയസ്സുള്ള ആൺകുട്ടിയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇവർ പിടിയിലായത്. പാലക്കാട് ട്രെയിനിന് നേരെ കല്ലേറ്. യാത്രക്കാരന് പരിക്കേറ്റു. കളമശ്ശേരി സ്വദേശി അക്ഷയ് സുരേഷിനാണ് കാലിൽ പരിക്കേറ്റത്. കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസിന് നേരെ ഇന്നലെ രാത്രിയാണ് കല്ലേറുണ്ടായത്. സംഭവത്തെക്കുറിച്ച് റെയിൽവേ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയും ചെറുതുരുത്തി, ഷൊർണൂർ ഭാഗങ്ങളിൽ ട്രെയിനിന് നേരെ കല്ലേറുണ്ടായിരുന്നു. കൊല്ലത്തെ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച ബോട്ട് ജെട്ടികൾ തകർച്ചയുടെ വക്കിൽ. അഞ്ചാലുമൂട്, കുരീപ്പുഴ, വഞ്ചിപ്പുഴ ബോട്ട് ജെട്ടികളാണ് അപകടാവസ്ഥ നേരിടുന്നത്. ബോട്ടുകൾ അടുപ്പിക്കുന്നതിനായി സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണുകളും കൈവരികളും തകർന്ന നിലയിലാണ്. ഉൾനാടൻ ജലഗതാഗത വകുപ്പിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ബോട്ട് ജെട്ടി തകർച്ചയിലായതോടെ ബോട്ടടുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പരിശീലനക്കുറവുള്ള ജീവനക്കാർ ജെട്ടിയിൽ ബോട്ടടുപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന പിഴവുകളാണ് വശങ്ങൾ തകരുവാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ബോട്ട് കെട്ടി നിർത്തുവാനായി 4 തൂണുകൾ സ്ഥാപിച്ചതിൽ പല ജെട്ടികളിലും ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തനക്ഷമമായി നിലനിൽക്കുന്നത്. 100 കണക്കിന് യാത്രക്കാരാണ് ദിനം പ്രതി ബോട്ടിനെ ആശ്രയിച്ച് കുരീപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്നത്. 1 വർഷം പോലും ആയിട്ടില്ല ഈ ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തീകരിച്ചിട്ട്. ഈ ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസിൽ ബോട്ട് ഓട്ടിക്കുന്നതിന് വേണ്ടി പഠിക്കുന്ന ട്രെയിനിൽ നിൽക്കുന്ന ആളുകൾ ഈ ബോട്ട് ജെട്ടിക്ക് സമീപം ബോട്ട് അടുപ്പിക്കാൻ അറിയാതെ ഈ ബോട്ട് ജെട്ടി ഇടിച്ച് നശിപ്പിച്ച് ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം തകർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരിചയക്കുറവുള്ള ബോട്ടിലെ ജീവനക്കാരെ കൊണ്ട് ബോട്ട് ഓടിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ബോട്ട് ജെട്ടി നശിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. യാത്രക്കാരുടെ ജീവന ഭീഷണിയായി മാറിയിരിക്കുന്ന ബോട്ട് ജെട്ടികൾ അടിയന്തരമായി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരത്ത് ലഹരി സംഘത്തിൽ നിന്ന് പിടികൂടിയ തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയ സംഭവത്തിൽ SIക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകും. സംഭവത്തിന് പിന്നാലെ തിരുവല്ലം സ്റ്റേഷനിലെ SI തോമസ് ഹീറ്റ്സിനെ അടിയന്തരമായി സ്ഥലം മാറ്റിയിരുന്നു. ഹാഷിഷ് ഓയിലിന്റെ കാര്യം മഹസറിൽ രേഖപ്പെടുത്താതെയും കഞ്ചാവിന്റെ അളവ് കുറച്ചു കാണിച്ചുമാണ് കൃത്രിമം നടത്തിയത്. കുപ്രസിദ്ധ ഗുണ്ട പൊക്കം ഷാജഹാനെയും കൂട്ടാളികളെയും പിടികൂടിയ സംഭവത്തിലാണ് പ്രതികൾക്ക് അനുകൂലമായ നീക്കം SI തോമസ് ഹീറ്റ്സ് നടത്തിയത്. തിരുവല്ലം സ്റ്റേഷന്റെ ചുമതലയിൽ നിന്ന് ഒഴിവായ SIയെ ട്രാഫിക്കിലേക്കാണ് മാറ്റി നിയമിച്ചത്. ആദ്യം നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയെങ്കിലും ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. SI തോമസ് ഹീറ്റ്സിന്റെ വഴിവിട്ട നീക്കം സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണം തുടരുകയാണ്. ഉദ്യോഗസ്ഥനെതിരെ വൈകാതെ നടപടിയെടുക്കും. ആദ്യം തയ്യാറാക്കിയ മഹസറിൽ നിന്ന് ഹാഷിഷ് ഓയിലിന്റെ കാര്യം മറച്ചുവെക്കുകയും പിടികൂടിയ 2 കാറുകളിൽ ഒരെണ്ണത്തിന്റെ വിവരം രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതിനു പിന്നാലെ രണ്ടാമതും മഹസർ തയ്യാറാക്കി. ഇതിലും ഹാഷിഷ് ഓയിലിന്റെ കാര്യം ഒഴിവാക്കി. കഞ്ചാവിന്റെ അളവ് കുറച്ചുകാട്ടിയെന്ന കണ്ടെത്തലും ഇതിനിടെയുണ്ടായി. ഡാൻസ് ഓഫ് സംഘമാണ് 4 പ്രതികളെ പിടികൂടി തിരുവല്ലം പോലീസിന് കൈമാറിയത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടന്നതെന്നാണ് സൂചന. ലഹരി വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടക്കുമ്പോഴായിരുന്നു തിരുവല്ലം പോലീസിന്റെ അട്ടിമറി നീക്കം.
നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല ഉത്സവത്തോടനുബന്ധിച്ചുള്ള വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങി. വെളിനെല്ലൂർ മണികണ്ഠനാണ് വിളക്കെഴുന്നള്ളത്തിൽ തിടമ്പേറ്റിയത്. ഉത്സവത്തിന് 5-ാം ദിവസം മുതലാണ് വിളക്കെഴുന്നള്ളിപ്പ് നടക്കുക. പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും. ഗ്രാമവിശുദ്ധിയും പാരമ്പര്യ ചടങ്ങുകളും കൊണ്ട് സമ്പന്നമായ പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള പൂവിടൽ ചടങ്ങും പൂരക്കളിയും തുടങ്ങി. ശിവകോപത്താൽ ചാമ്പലായ കാമദേവന്റെ പുനർജനിക്കാനുള്ള ആരാധനയാണ് വടക്കൻ മണ്ണിലെ പൂരോത്സവം. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരനാൾ വരെയുള്ള 9 ദിവസങ്ങളിൽ ബാലികമാരുടെ പൂവിടൽ ചടങ്ങും പൂരക്കളിയും ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പ്രധാനമാണ്. പന്തലിൽ പൊന്നുവയ്ക്കൽ ചടങ്ങോടെ പൂരക്കളി തുടങ്ങുന്നു. നാരായണ സ്തുതികളോടെ ശ്രീകൃഷ്ണന്റെ ബാലലീലകളും രാമായണവും പാടി കളിക്കുന്നു. ചെമ്പകപ്പൂവ്, നരയൻപൂവ്, ക്ലീനിപ്പൂവ്, എരിക്കിൻപൂവ് എന്നിവയാണ് പൂവിടൽ ചടങ്ങിനായി ഉപയോഗിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം തന്നെ ഇല്ലാതാവുകയും ചെയ്യുകയും ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരികയും ചെയ്തു. അതേ തുടർന്ന് ദേവകളും രതീദേവിയും ഒക്കെ ശിവനെ പ്രാപിച്ചതിൻ്റെ, ശിവൻ്റെ അടുത്ത് ചെന്ന് സഹായം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ അതിനൊരു ശാപമുക്തിയും കൊടുത്തു. അതായത് കാമനില്ലാത്തൊരു കാലത്ത് നിന്ന് എങ്ങനെ കരകയറാം എന്ന് പറയുകയാണ്. അങ്ങനെ കാമനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് 18 അപ്സരസുകളും മറ്റ് സ്ത്രീകളും ഒക്കെ ചേർന്നുകൊണ്ട് ആടിക്കളിച്ചിട്ടുള്ള ഒരു കളിയാണ് പൂരക്കളി എന്ന് പറയുന്നത്. സമാപന ദിവസം വീടുകളിൽ പൂക്കൾ കൊണ്ട് കാമരൂപം തീർക്കും. വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളങ്ങളിൽ ആറാടിക്കുന്ന പൂരംകുളി ചടങ്ങോടെയാണ് സമാപനം. ന്യൂസ് 18 കാസർഗോഡ്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണിച്ചട്ടി നിർമ്മാണത്തിന്റെ തിരക്കിലാണ് കാസർഗോഡ് എരിക്കുളം ഗ്രാമം. 40,000-ഓളം കണിക്കലങ്ങളാണ് ഇത്തവണ എരിക്കുളത്ത് ഉണ്ടാക്കുന്നത്. മടിക്കൈ എരിക്കുളത്തെ മൺപാത്ര നിർമ്മാണത്തിന് 400 വർഷത്തിലേറെ പഴക്കമുണ്ട്. വിഷു അടുത്തതോടെ ഇവിടുത്തെ ഓരോ വീടുകളും കണിക്കലങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. 300 മുതൽ 400 വരെ കലങ്ങളാണ് വിഷു ലക്ഷ്യമാക്കി ഓരോ വീടുകളിലും ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ 2 മാസം മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. എരിക്കുളം വയലിൽ നിന്ന് ശേഖരിക്കുന്ന കളിമണ്ണ് ഉപയോഗിച്ചാണ് കണിച്ചട്ടിയും മറ്റ് മൺപാത്രങ്ങളും നിർമ്മിക്കുന്നത്. വിവിധ വലുപ്പത്തിലുള്ള കണിച്ചട്ടികൾ വീട്ടുമുറ്റങ്ങളിൽ നിരത്തിവെച്ചത് കാണാം. വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്ന ഇവ പിന്നീട് കനലിൽ വെച്ച് ചൂടാക്കിയെടുക്കുന്നതോടെയാണ് വിൽപ്പനയ്ക്കായി തയ്യാറാകുന്നത്. 1.5 മാസമായി ഞങ്ങൾ ഈ കണിക്കലം നിർമ്മിച്ചു തുടങ്ങിയിട്ട് വിപണി കണ്ടെത്താനുള്ള പരിപാടിയിലാണ്. കിട്ടുന്നതിൽ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു വീടുകളിൽ പോയി കഴിഞ്ഞാൽ 200 രൂപ കിട്ടും, ചെറുതായാലും വലുതായാലും. അങ്ങനെ ആ ഒരു രീതിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 300-400 കണിച്ചട്ടി ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. ചിലവുന്നില്ല പ്രതീക്ഷയാണ് ഇല്ലത്. ഒരു ദിവസം 30 ഉണ്ടാക്കും, 30 കണിച്ചട്ടി ഉണ്ടാക്കും. ഞാൻ ഈ 10-15 വർഷം 20 വർഷമായി. കണിക്കലങ്ങൾ തലച്ചുമടായി വീടുകളിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നതാണ് പതിവ്. ഇപ്പോൾ കടകളിലേക്കും മൺകലങ്ങൾ നൽകി വരുന്നുണ്ട്. 120ഓളം വീടുകൾ പാരമ്പര്യം കൈവിടാതെ ഇവ ഉണ്ടാക്കുന്നതിൽ സജീവമാണ്. ന്യൂസ് 18 കാസർഗോഡ്. കോന്നി സുരേന്ദ്രൻ എന്ന കൊമ്പനെ നെഞ്ചിലേറ്റിയ ആനപ്രേമികൾ ഇന്ന് കൊച്ചയ്യപ്പൻ എന്ന കുട്ടിയാനയുടെ ആരാധകരാണ്. കോന്നി ആനക്കൂട്ടിലെത്തുന്ന ആനപ്രേമികളുടെയും വിനോദസഞ്ചാരികളുടെയും മനം കവരുന്നത് ഈ കുട്ടിക്കൊമ്പനാണ്. ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് സലാം പറഞ്ഞും കുസൃതികൾ കാട്ടിയുമാണ് കൊച്ചയ്യപ്പൻ ആനപ്രേമികളുടെ താരമാകുന്നത്. പെട്രോളിങ്ങിന് പോയ വനപാലകരാണ് കൂട്ടം തെറ്റിയ കുട്ടിയാനയെ വനമേഖലയിൽ കണ്ടെത്തുന്നത്. കുട്ടിയാനയെ തിരികെ കാട്ടിലയക്കാൻ വനപാലകർ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. അങ്ങനെയാണ് സഹ്യന്റെ പുത്രൻ നാടിന്റെ ദത്തുപുത്രനാകുന്നത്. ശബരിമല കാടുകളിൽ നിന്ന് കിട്ടിയ ആനക്കുട്ടിയായതിനാൽ വനപാലകർ അവന് കൊച്ചയ്യപ്പൻ എന്ന പേരും നൽകി. കൊച്ചയ്യപ്പൻ എന്ന കോന്നി ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികളുടെ ആകർഷണമാണ്. സഞ്ചാരികളോട് സലാം പറഞ്ഞും കുസൃതികൾ കാട്ടിയും പാപ്പാന്മാരുടെ അനുസരണയുള്ള ശിഷ്യനാണ്. നല്ല ആക്റ്റീവാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. മുന്നോട്ട് നല്ല മിടുക്കനായിട്ട് പോകും. സാധാരണ ഇത് ശബരിമല വനത്തിലെ ആനയാണ്. നമ്മുടെ കോന്നി സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ പോലെ വീറും വാശിയുള്ള ആനക്കുട്ടിയാണ്. അത് നല്ലൊരു കോന്നിയുടെ ഒരു സമ്പത്ത്, വനംവകുപ്പിൻ്റെ ഒരു സമ്പത്തായിട്ട് കോന്നി ആനക്കൂട്ടിൽ ഇങ്ങനെ
അവനെ സംരക്ഷിക്കും. പ്രഭാത നടത്തവും ഷവർ ബാത്തുമാണ് കൊച്ചയ്യപ്പന്റെ ഇഷ്ടവിനോദങ്ങൾ. വേനൽക്കാലമായതിനാൽ കൂടുതൽ സമയം ഷവറിന് ചുവട്ടിൽ നിൽക്കും, കുസൃതികൾ കാട്ടും. പിന്നീട് അനുസരണയുള്ള കുട്ടിയെപ്പോലെ തിരികെ മടങ്ങും. കുഞ്ഞു പ്രായത്തിൽ തന്നെ ചെറിയ പരിശീലനങ്ങളും കൊച്ചയ്യപ്പന് പാപ്പാന്മാർ നൽകി തുടങ്ങിയിട്ടുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണങ്ങളുമുണ്ട്. കോന്നി ആനക്കളരിയിൽ പയറ്റിത്തെളിഞ്ഞ ഗജരാജന്മാരായ കോന്നി സുരേന്ദ്രൻ, അയ്യപ്പൻ തുടങ്ങിയ ആനകളെപ്പോലെ കേരളത്തിന്റെ അഭിമാനമാകാൻ തയ്യാറെടുക്കുകയാണ് കൊച്ചയ്യപ്പനും. ന്യൂസ് 18 പത്തനംതിട്ട. ഗതാഗതക്കുരുക്കിൽ വലയുന്ന മുക്കം അഗസ്ത്യമൊഴി അങ്ങാടിയിൽ റോങ് സൈഡ് കയറി ട്രാഫിക് കുരുക്കുണ്ടാക്കിയ ഡ്രൈവർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ലൈനായി നിൽക്കുന്ന നിരവധി വാഹനങ്ങളെ മറികടന്ന് മുക്കം കോഴിക്കോട് റൂട്ടിലോടുന്ന തയ്യൽ ബസ് റോങ് സൈഡിലൂടെ കയറി വന്നത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നാട്ടുകാർ പാടുപെടുന്ന സമയത്തായിരുന്നു ഈ ബസ് ഡ്രൈവറുടെ അമിതാവേശം. എത്ര വണ്ടിയുണ്ട്? ആ വണ്ടി വരുന്ന കാരനൂടെ എന്റെ വണ്ടിയിൽ എങ്ങനെ കയറി പോവാ? ഈ ഒന്ന് ആലോചിക്ക്. ഈ പറയേ ഈ വണ്ടി പോണേ പറയും. ഒക്കങ്ങളെ വണ്ടി ഞങ്ങൾ കയറ്റിലാക്കി വിടണല്ലേ. ഇടുക്കി കട്ടപ്പനയിൽ വേനൽ മഴയിൽ വൻ കൃഷിനാശം. 4 പേർ ചേർന്ന് പാട്ടത്തിനെടുത്ത 1.25 ഏക്കർ സ്ഥലത്തെ ഏത്തവാഴ കൃഷി പൂർണ്ണമായി നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായത്. കട്ടപ്പന കാഞ്ചിയാർ പള്ളിക്കവലയിലാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിലും മഴയിലും വൻ കൃഷിനാശമുണ്ടായത്. 1.25 ഏക്കറിൽ കൃഷി ചെയ്തിരുന്ന 450-ലധികം വാഴകൾ പൂർണ്ണമായി നിലംപതിച്ചു. ജോർജ് കുട്ടി കുരിശിങ്കൽ, മാത്യു ചൂരക്കുഴിയിൽ, സണ്ണി നെല്ലുപടവിൽ, മോനച്ചൻ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ ചേർന്നാണ് കൃഷി നടത്തിയത്. 1.5 മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന വാഴകളാണ് നിലംപതിച്ചത്. 2 മാസം കഴിഞ്ഞാൽ വെട്ടേണ്ട വിളകളാണ്, വെട്ടി കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഒരു വർഷത്തെ പണിയുടെയും ഫലം തീർന്നു. അപ്പം നമ്മൾ സാമ്പത്തികമായിട്ടും പ്രതിസന്ധിയിലായി, ഒരു കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള മാർഗ്ഗമില്ലാത്ത അവസ്ഥയിലെത്തി. കാരണം ഞങ്ങളുടെ മുടക്കം മുതൽ മുഴുവൻ ഇതിനകത്ത് കിടക്കുക. 10 രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് വെട്ടേണ്ട സമയം എന്ന് പറഞ്ഞാൽ 2 മാസം മുമ്പ് വെട്ടേണ്ടതാണ്. കൊലയ്ക്കാൻ ഇച്ചിരി താമസിച്ചതുകൊണ്ട്, വെയിലായതുകൊണ്ടേ കഠിനമായ വെയിലില്ലായിരുന്നു. ആ വെയിൽ കൊണ്ട് കൊല ആകാൻ ഇച്ചിരി താമസിച്ചു. അപ്പം വേനൽ കൊലയായിട്ടാണ് എല്ലാം വീണ് കിട്ടിയത്. വായ്പയെടുത്ത് കൃഷിയിറക്കി പ്രതീക്ഷയോടെ കാത്തിരുന്ന കർഷകരുടെ എല്ലാ സ്വപ്നങ്ങളും വേനൽ മഴയിൽ തകർന്നുപോയി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ കടം എങ്ങനെ തിരികെ കൊടുക്കുമെന്ന ചിന്തയിലാണ് ഈ കർഷകർ. സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി മണ്ഡലത്തിൽ എല്ലാവർക്കും ഭൂമിയും വീടും ഉറപ്പാക്കുന്നതിനായി പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു. പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുന്നതിനും പട്ടയം അസംബ്ലിയിൽ തീരുമാനമായി. മണ്ഡലത്തിലെ എല്ലാവർക്കും ഭൂമിയും വീടും, അർഹതയുള്ളവർക്ക് പട്ടയവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായാണ് പട്ടാമ്പി നിയോജക മണ്ഡലം തല പട്ടയ അസംബ്ലി ചേർന്നത്. പട്ടാമ്പി കോളേജിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പട്ടയ അസംബ്ലി മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും നൽകുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ എല്ലാവർക്കും സ്വന്തമായി ഭൂമിയും വീടും ഉറപ്പാക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഓരോ വാർഡിലെയും പട്ടയം ലഭിക്കാൻ അർഹതയുള്ളവരുടെ വിവരം ശേഖരിക്കുന്നതിനും അവർക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി നടപടികൾ എത്രയും വേഗത്തിൽ അസംബ്ലിയിൽ തീരുമാനമായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,285 രൂപ, പവന് 66,280 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,830, പവന് 54,640. വെള്ളി ഗ്രാമിന് 102, കിലോ 1,02,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.